എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 264-ാമത്തെയാണ്. സോ റേക്കി സീരീസിൽ 11-ാമത്തെ വീഡിയോ ആണ്. ഇന്ന് വളരെ പുതുമയായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാനിത് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഒരു ബുക്ക് എനിക്ക് കിട്ടി. ഈ റേക്കിയുടെ ബുക്സ് ഒന്നും ഒരുപാടില്ല. ഞാൻ 2018 റേക്കി, ഈ ടാറോ റീഡിങ്, വാസ്തു, അതിൻ്റെ കാര്യത്തിലൊക്കെ കുറേ ഇറങ്ങി പഠിക്കുമായിരുന്നു. കുറേ സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു. ഇവിടെ വാസ്തു ശരിയല്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല എന്ന് 30,000-35,000 രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. അങ്ങനെയൊക്കെ അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല ഒരു ബുക്ക് കടയാണ് അക്കാഡമിക് ബുക്ക് ഹൗസ്. അപ്പോൾ അക്കാഡമിക് ബുക്ക് ഹൗസിൽ പോയി ഞാൻ നോക്കിയപ്പം പോലും റേക്കി എന്നൊന്നും ബുക്കില്ല മാഡം എന്ന് പറഞ്ഞ് ഒരു ചെറിയ ബുക്ക് എടുത്ത് തന്നു. ഓക്കെ, അപ്പം അതല്ലാതെ ഇപ്പം ഇടയ്ക്ക് ഞാൻ റേക്കി പല സ്ഥലത്തു നിന്നും പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ റേക്കി മാസ്റ്ററുണ്ട്, ഗ്രാൻഡ് മാസ്റ്ററുണ്ട്, അവരാണ് എനിക്ക് ക്ലാസ് എടുക്കുന്നത്. അതല്ലാതെ അതിനെക്കുറിച്ച് കുറച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ എനിക്കൊരു ബുക്ക് കിട്ടി. ആ ബുക്ക്, അതിൻ്റെ പേരാണ് റേക്കി ഫോർ എ ന്യൂ മില്ലനിയം എന്ന് ആ ബുക്കിൻ്റെ ടൈറ്റിൽ. അതിനെ എഴുതിയത് USA-യിലുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് വില്യം ലീ റാൻഡ്. അദ്ദേഹം ഒരു റേക്കിക്ക് വേണ്ടി ഒരുപാട് പാടുപെടുന്ന ഒരു കൂട്ടത്തിലാണ്. ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് സെൻറ്റർ ഫോർ റേക്കി ട്രെയിനിങ്. റേക്കി ട്രെയിനിങ്ങിൻ്റെ ഒരു സെൻറ്റർ US-ൽ തുടങ്ങി. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം അദ്ദേഹം മാസത്തിലൊരിക്കൽ ഗ്ലോബൽ ക്രിസ്റ്റൽ ഗ്രിഡ് പീസ് മെഡിറ്റേഷൻ എന്ന ഒന്ന് നടത്തുന്നുണ്ട്. അങ്ങനെ റേക്കിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം നമ്മുടെ ഡോക്ടർ മിക്കാ ഊസി പോയ മൗണ്ട് കുറാമായ്ക്ക് പോയി, ജപ്പാനിൽ പല സ്ഥലത്തും പോയി. എന്നുവെച്ചാൽ റേക്കിയുടെ ഓറിജിൻ എന്ന് പറയുന്നത് തുടക്കം ജപ്പാനിലാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയി ഗവേഷണമൊക്കെ നടത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ കിട്ടിയ അറിവ് കൊണ്ട് ഇങ്ങനെ ഒരു ബുക്ക് എഴുതി. അപ്പം റേക്കി ഫോർ എ ന്യൂ മില്ലനിയം എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അത് വായിച്ചപ്പം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു ചാപ്റ്റർ മൊത്തം പറഞ്ഞിരിക്കുന്നു. അതായത് അദ്ദേഹം എന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഒരു യന്ത്രം, ഗ്രിഡ് എന്ന് വെച്ചാൽ ഒരു യന്ത്രം പോലെ, ഇംഗ്ലീഷിലാണ് അതിനെ ഗ്രിഡ് എന്ന് പറയുന്നത്. ഒരു ഇങ്ങനത്തെ ഒരു യന്ത്രം. ഓക്കെ, അതായത് അദ്ദേഹം വേൾഡ് പീസിന് വേണ്ടി, അതായത് ലോക സമാധാനത്തിന് വേണ്ടി ഒരു യന്ത്രം ഉണ്ടാക്കി. അത് ക്രിസ്റ്റൽ ഗ്രിഡ്, അത് ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗ്രിഡാണ്. അപ്പം അതിനകത്ത് കുറേ സിമ്പിൾസൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പം അത് ഒരു കോപ്പർ പ്ലേറ്റിലാണ് ഉണ്ടാക്കിയത്. സോളിഡ് കോപ്പർ എന്നുള്ള ലോഹം കൊണ്ട്, ഈ മെറ്റലുണ്ടല്ലോ, കോപ്പർ മെറ്റൽ, അത് വെച്ച് ഉണ്ടാക്കിയതാണ്. അത് നമ്മുടെ ഹാർട്ട് ചക്രയുടെ കൂട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹാർട്ട് ചക്ര എന്ന് പറയുന്നതാണല്ലോ യൂണിവേഴ്സൽ ലവ് ആൻഡ് ബ്രദർഹുഡ്, സെൽഫ് ലവ്, കമ്പാഷൻ, എമ്പത്തി, സിമ്പത്തി, ഇതിനൊക്കെയാണല്ലോ പറയുന്നത്. അതായത് ഉയർന്ന തലത്തിലുള്ള ഫീലിങ്സ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹാർട്ട് ചക്ര. സോ അതുമാത്രമല്ല, ഹാർട്ട് ചക്രയിൽ 12 പെറ്റൽസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കും അറിയാം. അപ്പം ഹാർട്ട് ചക്രയുടെ കൂട്ട് തോന്നിക്കുന്ന ഒരു യന്ത്രം ഉണ്ടാക്കി. അത് കോപ്പറിലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ എന്ന് പറയുന്നത് 12 ഇഞ്ച്. അതിൻ്റെ ഡയമീറ്റർ, കുറുക്കളവ് 12 ഇഞ്ചാണ്. അത് 24 കാരറ്റ്
ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അതിനകത്ത് 12 ഇതഴുണ്ട്. ഓരോ ഇതഴിലും ഓരോ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നടുക്ക് ഒരു 12 സൈഡുള്ള ക്വാർട്സ് പിരമിഡ്, ചെറിയ ഒരു 12 സൈഡുള്ള ക്വാർട്സ് പിരമിഡ് ഒന്ന് വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ. അതിൻ്റെ അടിയിൽ ഊസി, അതായത് മിക്കാവോ ഊസി പറഞ്ഞു തന്ന പവർ സിമ്പൽ അതിൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു കരുണ പീസ് സിമ്പൽ. ആ കരുണ പീസ് സിമ്പൽ എന്ന് പറയുന്നത് ഇതുവരെ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞാനും ഇതുവരെ കേട്ടിട്ടില്ല. കരുണയെന്ന് പറഞ്ഞാൽ എന്തുവാ? കരുണ എന്ന് പറഞ്ഞാൽ ഒരു എന്തുവാ, മറ്റവരുടെ പുറത്ത് തോന്നുന്ന ഒരു മറ്റവരെ കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. അയ്യോ പാവം. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു കാക്ക ഇലക്ട്രിക് വയറിൽ നിന്ന് അടിച്ച് ചത്ത് താഴെ കിടക്കുന്നു, അല്ലെങ്കിൽ അതിൽ തൂങ്ങി കിടക്കുന്നു. അയ്യോ പാവം, മനസ്സങ്ങാലി അത് കാണുമ്പോൾ അയ്യോ പാവം, എത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ മരിച്ചല്ലോ. അതാണ് കരുണ. അപ്പം കരുണ പീസ് സിമ്പലിന് ഒരു സിമ്പൽ കാണുമായിരിക്കും, അത് അതിനകത്ത് വരച്ചിട്ടുണ്ട്. ഈ 12 ഇതഴിലും ഡബിൾ ടെർമിനേറ്റഡ് ക്വാർട്സ് ക്രിസ്റ്റൽസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പടം ഞാൻ ഇട്ട് കാണിക്കാം. എന്താ വെച്ചാൽ നെറ്റിലിരുന്ന് ഞാൻ നോക്കി, അപ്പോൾ അത് കിട്ടി. അപ്പോൾ ആ പടവും കൂടെ ഇതിൻ്റെ അടുത്തായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഓരോ പെറ്റലിലും ഡബിൾ ടെർമിനേറ്റഡ് എന്ന് വെച്ചാൽ 2 എൻഡും കൂർപ്പിച്ചിട്ടുള്ള ക്വാർട്സ് ക്രിസ്റ്റൽ 12 എണ്ണം 12 പെറ്റലിൽ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ റിലിജൻസിൻ്റെയും, അതായത് ലോകത്ത് കോമൺ ആയിട്ടുള്ള 12 റിലിജൻസിൻ്റെ സിമ്പിൾസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഹിന്ദുയിസത്തിന് ഓം, ഇസ്ലാമിന് എപ്പോഴും നമ്മൾ കാണുന്നില്ലേ ഈ ചന്ദ്രൻ്റെ ഒരു സ്റ്റാറും, അത്. പിന്നെ ക്രിസ്ത്യാനിറ്റിക്ക് ക്രോസ്. അങ്ങനെ ഈ 3 റിലിജൻ്റെ സിമ്പലാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ 12 സിമ്പിൾസ് അതിനകത്ത് വരച്ചിട്ടുണ്ട്. അപ്പം അതായത് ഇത് ഇങ്ങനെ ഒരു ഗ്രിഡ് ഉണ്ടാക്കാൻ കാരണം തന്നെ, അതായത് ലോകം ഒട്ടുക്ക ഉള്ള എല്ലാ മനുഷ്യർക്കും സമാധാനം കിട്ടണം. അതായത് അവർ എന്ത് റിലിജൻ ആവട്ടെ, എന്ത് കാസ്റ്റ് ആവട്ടെ, എന്ത് ക്രീഡാവട്ടെ, കുലം, ഗോത്രം, ജാതി, മതം, ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും വന്നത് ഒരു സോഴ്സിൽ നിന്നാണ്. നമുക്ക് ഇപ്പം നമ്മൾ തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെല്ലാവരും, അതായത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ആത്മാവുണ്ട്. അതിൻ്റെ പേരാണ് ജീവാത്മ. അത് ഏറ്റവും വലിയ ഒരു ക്രിയേറ്റർ, ഒരു ശക്തി. ആ ശക്തിയാണ് പരമാത്മ. ആ ശക്തിയെ തന്നെയാണ് നമ്മൾ ശിവൻ, പാർവതി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു വലിയ ഒരു ശക്തിയിലിരുന്ന്, അതായത് പരമാത്മാവിലിരുന്ന് പൊട്ടിത്തെറിച്ച് വന്ന ചെറിയ പീസുകളാണ് ഈ ജീവാത്മ. അപ്പം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മനുഷ്യരുടെ ഉള്ളിലും ഒരു ചെറിയ ജീവാത്മാവുണ്ട്. അത് കോമണാണ്. എന്നുവെച്ചാൽ നമ്മുടെ സോഴ്സ്, നമ്മുടെ ക്രിയേറ്റർ എന്ന് പറയുന്നത് പരമാത്മ, കോമണാണ്. അപ്പോൾ അത് നീ അമേരിക്കനാണോ, ബ്രിട്ടീഷറാണോ, ആഫ്രിക്കനാണോ, ഇന്ത്യനാണോ, നേപ്പാളീസാണോ, ജാപ്പനീസാണോ, ഇതെല്ലാം വേറെ എന്ന് വെച്ചാൽ അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതെന്ന് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഒരു ആഫ്രിക്കനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിഞ്ഞൂടെ, ഒരു ജാപ്പനീസിനെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടെ, ഒരു ഇന്ത്യനെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടെ. അത് ജനറ്റിക്കലായിട്ട് പാരമ്പര്യമായിട്ട് വരുന്ന പല മാറ്റങ്ങളാണ്. പക്ഷേ ഉള്ളിലുള്ള ആത്മാവ് ഒന്നാണ്. അപ്പം ഈ ലോകക്ഷേമത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു യന്ത്രമാണ് ഈ ഗ്രിഡ്. ഓക്കെ, ഇതിനെ ഇദ്ദേഹം ലോകത്തിലെ നോർത്ത് പോളിൽ കൊണ്ടുപോയി വെക്കാനാണ് പ്ലാൻ ചെയ്തത്. അത് ഈ നോർത്ത് പോൾ, ഈ ലോകത്തിലെ ഒരു സൈഡ് നോർത്ത് പോള്, ഒരു സൈഡ് സൗത്ത് പോൾ. ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ജോഗ്രഫിയിൽ പഠിച്ചതാണ്. അപ്പം
അദ്ദേഹം പറയുന്നത് ജോഗ്രഫിക്കലി നോർത്ത് പോൾ എന്ന് പറയുന്നത് ഒരു സ്ഥലം, മാഗ്നറ്റിക്കലി നോർത്ത് പോൾ എന്ന് പറയുന്നത് വേറൊരു സ്ഥലം. അപ്പം ഇദ്ദേഹം ഈ ഗ്രിഡിനെ ഉണ്ടാക്കി നോർത്ത് പോളിൽ കൊണ്ട് വെക്കണമെന്ന് പ്ലാൻ ചെയ്തു. നോർത്ത് പോളിൽ വെക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഗ്രിഡിനെ ഉണ്ടാക്കിയത്. ഈ ഗ്രിഡിൻ്റെ ഉദ്ദേശം എന്തുവാ? ലോക സമാധാനം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ആദ്യം ഇദ്ദേഹം ജോഗ്രഫിക്കലി ഉള്ള നോർത്ത് പോളിൽ കൊണ്ടുപോയി വെക്കണമെന്ന് തോന്നി, വെക്കാനാണ് പ്ലാന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളിയുണ്ടായിരുന്നു, മാഗ്നറ്റിക് നോർത്ത് പോളിൽ കൊണ്ടുവയ്ക്കണം. ജോഗ്രഫിക് നോർത്ത് പോളല്ല, മാഗ്നറ്റിക്. മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഈ കാന്തശക്തി. ഇത് മാഗ്നറ്റൊക്കെ വെച്ചാൽ ഇരുമ്പിനെ വലിച്ചെടുക്കുന്ന പോലെ ലോകത്തിനൊരു കാന്തശക്തിയുണ്ട്. നമ്മുടെ ഓറയ്ക്കൊരു കാന്തശക്തിയുണ്ട്, ഒരു അട്രാക്റ്റീവ് ശക്തിയുണ്ട്. അതാണ് ചിലരെ കാണുമ്പം നമുക്ക് അങ്ങനെ അവരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നും, കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. ചിലരെ കാണുമ്പം വെറുപ്പായിരിക്കും, അടുത്ത് പോകാനേ ഇഷ്ടമല്ല. അതൊക്കെ ഈ മാഗ്നറ്റിക് അട്രാക്ഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ മാഗ്നറ്റിക്കലി ഇൻക്ലൈൻഡ് നോർത്ത് പോളിൽ കൊണ്ട് വെക്കുന്നതായിരിക്കും മോർ പവർഫുൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഈ നോർത്ത് പോളിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തം ഐസ് കട്ടയുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ പോകുന്നതും വരുന്നതും അത്ര എളുപ്പമല്ല. അപ്പം അദ്ദേഹം അവിടെ പോകാൻ തീരുമാനിച്ചു. പോകുന്നതിനിടയിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായി. ഐസിൽ നടന്നു പോകേണ്ടി വന്നു. അതായത് ഫ്ലൈറ്റിലൊക്കെ പോയി, ഫ്ലൈറ്റിൽ ആ സ്ഥലങ്ങൾ, ഫ്ലൈറ്റിൽ പോകാൻ തന്നെ പല സ്ഥലം എന്താണ് അവിടെയൊക്കെ ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഏത് സെക്കൻഡും മാറും. അപ്പം ഞാൻ ഈ ചാർധാം യാത്രയിലെ ബദ്രിനാഥ് കേദാർനാഥ് പോയല്ലോ. കേദാർനാഥ് എന്ന് പറയുന്നത് 12 ശിവലിംഗത്തിൽ ഒന്നാണ്, ജ്യോതിർലിംഗത്തിൽ ഒന്നാണ്. കേദാർനാഥൊക്കെ അത്ര എളുപ്പത്തിൽ പോകാൻ ഒക്കത്തില്ല. അങ്ങനെ ഞാൻ 1997 98 പോയപ്പം അപ്പോഴേ തന്നെ സഡന്നായിട്ട് ഈ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം അനുഭവപ്പെടും. ഉച്ചയ്ക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോരുത്തർക്കും ഒരു കുതിര എടുത്തുകൊണ്ട് പൂണിയിൽ പോകാൻ പുറപ്പെട്ടത്. പക്ഷേ അപ്പം തന്നെ പോകുമ്പം നല്ല വെയിൽ, ഇന്ന് നല്ല ക്ലൈമറ്റാണ്, കയറി പോകാം മേളിൽ, സുഖമായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കയറിയിരുന്നു. ഒരു 1 കിലോമീറ്റർ പോയി കാണും, ഇരുണ്ട് വന്നു. മഴ പെയ്യാൻ പോന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അത് മഴയല്ല, പനി പെയ്യുന്നതാണ്, സ്നോ. ഈ സ്നോയിൽ ബോൾ ചെയ്യുന്നതെന്നൊക്കെ ഇംഗ്ലീഷ് ബുക്കിൽ കഥകളിൽ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചതേ ഉള്ളൂ. അത് സത്യത്തിൽ ഞാൻ കണ്ടുവന്നു. അങ്ങനെ പൂ പോലെ ഈ മഞ്ഞ് പൊഴിയുന്നു എന്ന് പറയുന്നത് മഞ്ഞല്ല, പനി, സ്നോ. അങ്ങനെ പൂ പോലെ മഴ പോലെ താഴെ വീഴുന്നു. താഴെ വീണ ഉടനെ കട്ടിയാവും. അതും കുറച്ചൊന്നുമല്ല, ചറപറയുന്നു. അങ്ങനെ വീഴുന്നു കട്ടിയായി അതിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ട് വരുന്നു. താഴെ വീണ ഉടനെ കട്ടിയാവും. അത്രയ്ക്ക് പവർഫുള്ളാണ്. അപ്പം ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഓക്സിജൻ വളരെ കുറവാണ്. ഞാൻ കുറേ പൂണിയിൽ കയറി മേളിൽ പോയപ്പം ഓക്സിജൻ ഇല്ലാതെ എനിക്ക് ശ്വാസം മുട്ടലല്ല, ഒരു തലക്കറക്കം പോലെ, ഓക്സിജൻ കുറവായ കൊണ്ടുള്ള ഒരു തലക്കറക്കം വന്നു. പിന്നെ ഇറങ്ങി അവിടെ ഒരു ചെറിയ വീട്ടിൻ്റെ തിണ്ണയിൽ എന്നെ ഇരിക്കാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ആരോ ചായ ഇട്ട് തന്നു. അതും കുടിച്ചുകൊണ്ട് കുറച്ച് നേരം ആരാംസെ എന്നൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയാണ് വീണ്ടും ഈ പൂണിയിൽ കയറി പോയത്. ഞങ്ങൾ കേദാർനാഥ് എത്തുമ്പം സന്ധ്യ 7 മണിയൊക്കെ ആയി. അങ്ങനെ അപ്പം ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ കൂടെ എപ്പോഴാണ് ക്ലൈമറ്റ് മാറുന്നത്, എപ്പം കാറ്റടിക്കും, എപ്പം മഴ പെയ്യും, എപ്പം പനി പെയ്യും എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബുക്കായതുകൊണ്ട് അതിൽ അദ്ദേഹം പെട്ട കഷ്ടങ്ങളൊക്കെ കുറിച്ച് നല്ല വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആ ഭാഗത്തിനെ അങ്ങനെ വിട്ടിട്ടാണ് ബാക്കി കാര്യങ്ങളിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയോ മാഗ്നറ്റിക് നോർത്ത് പോളിൽ തന്നെ പോയി
അപ്പം പോകുന്നതിന് മുമ്പേ പല പ്രാവശ്യം ഫ്ലൈറ്റൊക്കെ ക്യാൻസലാകുമ്പോഴും പിന്നെ അവർ ഇദ്ദേഹത്തിൻ്റെ സെൻറ്ററിലൊക്കെ വിളിച്ച് പറഞ്ഞ് എനിക്ക് റേക്കി അയക്കണം, എനിക്ക് റേക്കി അയച്ച് എൻ്റെ ഫ്ലൈറ്റ് നേരെയാക്കണം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഓരോന്നിനും റേക്കി ഇടാൻ പറഞ്ഞ് ഒടുക്കം എങ്ങനെയോ അദ്ദേഹം ഉദ്ദേശിച്ച ആ മാഗ്നറ്റിക് നോർത്ത് പോൾ എന്നുള്ള സ്ഥലത്ത് പോയി എത്തിയിട്ട് ഈ ഗ്രിഡിനെ ഐസിൽ പുതച്ച് വെച്ചു, സ്നോയിൽ പുതച്ച് വെച്ചു. ശരിക്കും അതിൻ്റെ ഉദ്ദേശം എന്തുവാന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്ന എനർജി, അതിന് പുതയ്ക്കുന്നതിന് മുമ്പേ അതിന് റേക്കി കൊടുത്തു, റേക്കി ഹീലിംഗ് കൊടുത്തു, റേക്കി എനർജി കൊടുത്തു, എല്ലാം ചെയ്തിട്ട് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാനിതിവിടെ വയ്ക്കുന്നു, ഇതുള്ളൊരു കാലവും ലോകത്തിൽ സമാധാനം നിറഞ്ഞിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം സ്നോവിനകത്ത് കൊണ്ടുപോയി പുതച്ച് വെച്ചു. ഇതിൽ അദ്ദേഹത്തിന് വേറെ ഒരു കാര്യം അറിയാമായിരുന്നു. ജൂലൈയിലായിരിക്കും അവിടെ നല്ല വെയിൽ. അപ്പം വെയിൽ സമയത്ത് ഈ പനി ഉരുകുമല്ലോ, പനി ഉരുകുമ്പോൾ ഇത് കടലിൻ്റെ അടിയിൽ പോകും. കടലിൻ്റെ അടിയിൽ പോയാൽ പിന്നെ പൊന്തി വരത്തില്ല, അവിടെ തന്നെ കിടക്കും. അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നമ്മളുടെ മനുഷ്യർക്ക് വേണ്ടി, നമ്മളുടെ ലോകത്തിന് ഉള്ള സമാധാനത്തിന് വേണ്ടി അത് ഇങ്ങനെ എനർജിയെ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഗ്രിഡിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് വീട്ടിൽ വെച്ചാലും അതിൽ നിന്ന് നമുക്ക് ഹീലിംഗ് പവർ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ നെറ്റിൽ നോക്കി അത് ഞാനൊന്ന് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഓർഡർ ചെയ്ത് കിട്ടുമ്പോൾ ഞാനത് കാണിക്കാം. ഇപ്പോൾ അതിൻ്റെ ഫോട്ടോസ് മാത്രം ഇട്ട് കാണിക്കാം. അപ്പം അദ്ദേഹം 1997 നോർത്ത് പോളിൽ കൊണ്ടുപോയി ഈ ഗ്രിഡ് വെച്ചത്. പിന്നെ 1999 സൗത്ത് പോളിലും ഓൾഡ് ജെറുസലം എന്നുള്ള സ്ഥലത്തും, ജെറുസലം നിങ്ങൾക്കറിയാം ജീസസ് ജനിച്ച സ്ഥലം, ഓൾഡ് ജെറുസലത്തിലും കൊണ്ടുപോയി വെച്ചു. അങ്ങനെ 3 ഗ്രിഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം. അപ്പം ഇത്രയും നാൾ റേക്കിയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചെങ്കിലും ഇങ്ങനെ ഒരു റേക്കിക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷൻ തുടങ്ങി നടത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ചോ, വ്യക്തിയുടെ അനുഭവങ്ങളെക്കുറിച്ചോ, വ്യക്തി എഴുതിയ ബുക്കിനെക്കുറിച്ചോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പോൾ എനിക്ക് അത് എന്നെ തേടി വന്നു, എനിക്കങ്ങനെ ഒരു ബുക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്നും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കിടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇങ്ങനെ നോക്കി, റേക്കി ഫോർ സക്സസ്, റേക്കി ഫോർ പീസ്, റേക്കി ഫോർ ദിസ് ദാറ്റ് എന്ന് ഒരുപാട് എഴുതിയിരിക്കുന്നു അതിനകത്ത്. പക്ഷേ ഇത് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇമ്മീഡിയറ്റായിട്ട് ഇടണം, എനിക്കറിഞ്ഞത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു. അതിൻ്റെ 1-2 പടങ്ങളും കൂടെ ഇടാം. ആ പടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഗ്രിഡ് എന്ന് വെച്ചാൽ എന്തുവാ എന്നൊക്കെ മനസ്സിലാകും. ഓക്കെ, സോ ഇവിടെ വെച്ച് ഇത് മതിയാക്കുവാണ്. അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് റേക്കിയെക്കുറിച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.